പാത്തിരിക്കുകയായിരുന്നു. എന്തിന്? ആൾക്കാരൊക്കെ ഒന്ന് പോണ്ടേ? എന്താ നാണമുണ്ടോ? ഏയ്, എനിക്കൊരു നാണവും ഇല്ല. എനിക്കറിയാം നീ നാണോ മാനോ ഒന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷേ വീട് വിട്ടിറങ്ങേണ്ട ചെറിയൊരു പേടിയുണ്ടല്ലേ? ഏയ്, ഈ കൊക്കെത്ര കൊള്ളം കണ്ടതാ. ഈ കൊക്കിനെ ഞാനങ്ങ് കൊന്ന് കറി വെച്ച് തിന്നട്ടെ. കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം, എല്ല് തൊണ്ടേ കുരുങ്ങരുത്. അയ്യോ, ഒരു തമാശക്കാരി. തുള്ളിയാ വെച്ചേരും പറഞ്ഞു കേട്ടല്ലോ. പെണ്ണ് കാണാൻ വന്ന ദിവസം തൊട്ടേ ആലോചിച്ചതാ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അതിനെന്താ, ചേട്ടൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കും, ഞാൻ ഇങ്ങോട്ട് മാറി. പോവല്ലേ? അതല്ല, പിന്നെ എന്റെ കുസുമത്തോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അങ്ങനെ പറ, നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഊട്ടി പോയാലോ? അയ്യോ, ഊട്ടി എന്ന് പറഞ്ഞാ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പില്ല. പിന്നെ കാശ് ചെലവാക്കി നമ്മളവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. ഇതൊക്കെ എന്റെ കുസുമത്തിന് ആരോ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ആരായി സമയത്ത്? അല്ല, അമ്മയായിരുന്നു. അമ്മ എന്തും പറ്റി ഇവിടെ? സമയം രാത്രി 9 ആയില്ലല്ലോ. അതിനെ കഥങ്ങ് അടച്ച. അല്ല, പിന്നെ ഒരു അറിഞ്ഞുകൂടാത്ത പെണ്ണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കാൻ നേരത്ത് ഞാൻ പിന്നെ എന്തുവാ ചെയ്ത? അറിഞ്ഞുകൂടാത്ത പെണ്ണ്, പരിചയമില്ലാത്ത പെണ്ണ്. ചെറുക്കന്റെ ഭാവം മത്തുഭാവം കണ്ട. എന്തുവാ? എന്റെ അച്ഛൻ മരിച്ചിട്ട് 10-15 വർഷമായി. വയ്യാത്തൊരു കളവി ഇവിടെ നിന്ന് വല്ല വിചാരവുണ്ടോ? നിങ്ങൾ ഇത് ചോദിക്കാനാണോ അമ്മച്ചി രാത്രി ഇങ്ങോട്ട് കയറി വന്നേ? അന്നല്ല, എന്റെ മരുമോള് പറ. അവളെന്ത്? എന്റെ മോളെ പറ. കുസുമം. അല്ല, ഇതാരും അമ്മയായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഞാൻ കരുതി വല്ല റെയ്ഡും ആയിരിക്കും. എത്ര കാലം കൊണ്ട് പറയുന്നു ഇവിടെ ഈ വിറകിന്റെ പരിപാടിയൊക്കെ മാറ്റി നാളെ തന്നെ ഒരു ഗ്യാസ് കണക്ഷൻ എടുത്ത് കൊടുക്കണമെന്ന്. എന്തോന്ന് ഗ്യാസ് കണക്ഷൻ? ഗ്യാസ് കണക്ഷൻ കേട്ടാ എടി, നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ. എടി, അതാ പറയുന്ന സ്നേഹമെന്ന്. ഇതാണ് സ്നേഹം. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ പറയാറില്ലേ ഇവിടെ വീടിന്റെ വിളക്കാണെന്ന്. ഇവിടെ നിന്ന് കത്തുന്ന എനിക്കൊന്ന് കാണണം. വന്ന് കയറിയ പെണ്ണിനെ നിങ്ങൾ പേടിപ്പിച്ച് പറഞ്ഞേ. അറിയാല്ല, 36 പെണ്ണ് കണ്ടിട്ടാ പറ്റി ഒരു കല്യാണം ഓക്കെ ആയത്. ഒരു കരുണ കാണീരമ്മ. ഇന്ന് രാത്രി തന്നെ അമ്മായിയമ്മ പോരിടല്ലേ? നിനക്കെന്ത് വയ്യേ? ഒന്നുമില്ല. നിനക്കെന്ത് വയ്യേ? നോക്ക്, ചൂടുവെള്ളം എടുക്കട്ടെ. ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ എടുക്കട്ടെ. നിനക്കൊന്നുണ്ട് കട്ടൻ ചായ? ഇല്ല, ഒന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കണം. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എന്റെ പൊന്നമ്മച്ചി, 10-26 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഈ കിടന്ന് നോക്കുന്നേ. വല്ല ഗതി എനിക്ക് പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തീരെ അങ്ങ് വയ്യ അല്ലേടാ? ഇല്ല. കട്ടൻ ചായ വേണ്ടമ്മ. ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ വേണ്ട. വേറൊരു കാര്യം, നാളെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും. വരുമ്പോഴേ നാരങ്ങ പിടിഞ്ഞു കൊടുക്കണം. നാരങ്ങ ഇങ്ങോട്ട്. നാരങ്ങ എവിടെ വെച്ചിരിക്കുന്ന? കട്ടിലടിയിലിരിക്കുന്നു. ഈ കട്ടിലടിയില് നാരങ്ങ കൊണ്ടുവയ്ക്കാൻ കട്ടിലുള്ളു ഈ വീട്ടിൽ. അങ്ങോട്ട് ഇല്ല മച്ചി, മുറുക്കാനും കൂടെ കൊണ്ടുവയ്ക്കാം. മുറുക്കാൻ ചോദിച്ചില്ലല്ലോ. അതിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരു വിരക്കം കൊണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ. വയ്യേ? ഒന്നുമില്ലമ്മ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം. അയ്യോ, എനിക്ക് ചൂടുവെള്ളം വേണ്ടമ്മ. നിങ്ങൾ കട്ടൻ ചായ വേണ്ട, ചൂടുവെള്ളം ഒന്നും വേണ്ട. ചൂടുവെള്ളം ഒന്നും വേണ്ട. ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങോട്ട് പോട്ടെ. ശരി, ഞങ്ങോട്ട് പോകുമ്പോ പോട്ടെ. മോളെ പോട്ടെ. അമ്മ ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അല്ലെങ്കിൽ എന്റെ ചക്കര വേണം മാറ്റിയെടുക്കാൻ. ചക്കര മാറ്റിയെടുത്ത വാറ്റിയാരോ ഉണ്ടാക്കിയ എക്സൈസുകാരെ പിടിച്ചോണ്ട് പോത്തില്ലയോ? അതല്ല, അമ്മയുടെ സ്വഭാവം മാറ്റുന്ന കാര്യം പറഞ്ഞതാ. എന്താ അമ്മയെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഇനി ഒന്നും പേടിക്കാനില്ല കേട്ടാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഈ തള്ളെ ഞാൻ എലിവേഷം കൊടുത്ത് കൊല്ലത്തേ ഉള്ളൂ. എന്താണ് തട്ടി തുറക്കാതെ വരുന്നു? മറിച്ചൂട്. ആരാ നീ? ക്ലാസ് എടുക്കാൻ വന്നതാ. പ്രസന്റ് സാർ, നീ ഏത് കോളേജ് അധ്യാപകൻ? കോളേജ് അധ്യാപകനല്ല, ഞാൻ പാചകക്കാരൻ കുരുട്ട് വിജയം. പാല് കൊണ്ടുവന്ന ക്ലാസ് കൊണ്ടുവന്ന് വന്നതാ. ചേടാ കുരുട്ട് വിജയ, നീ ഇരുട്ട് വാക്കിനോട് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയല്ല. എടാ, നിനക്കൊരു മര്യാദ ഇല്ലടാ. ഈ സമയത്താണ് ഒരു മണിതായി കയറി വരുന്നത്. ചേട്ടനും ഞാനുമായിട്ടുള്ള സോഷ്യൽ മെന്റാലിറ്റി ചേട്ടനും ഞാനുമായിട്ടുള്ള സോഷ്യലിസം മെന്റാലിറ്റി. സോഷ്യലിസോ? എടാ, നിനക്ക് സോഷ്യലിസം കാണിക്കാൻ ഇത് കാറൽ മാക്സിന്റെ മുറിയല്ല, കട്ടയും മണ്ണും ചുമക്കുന്ന സുധാകരന്റെ മുറിയാ. പാല് കുടിച്ചിട്ട് ഗ്ലാസ് എടാ, നിന്റെ കണ്ണി കുരു. എടാ, ആ ഗ്ലാസ്സിൽ പാലിരിക്കുന്നതാണോ നീ? എടാ, പാലിരിക്കുന്നു.
അത് കുടിച്ചിട്ട് ഇപ്പോഴും തരാനൊന്നും പറ്റത്തില്ല. അത് കുടിച്ചിട്ട് തന്നെ എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. ആ ഗ്ലാസിന് എത്ര രൂപ? 25 രൂപ. ഈ സമയത്ത് കൂടും. 25 രൂപ നീ പോയ. ചേട്ടോ ഇതിൽ ഒഴിച്ചടിക്കാൻ ഒരു പൈന്റ് വാങ്ങാനുള്ള കാശും കൂടാ. എടാ ഈ സമയമായോണ്ട് അല്ലാതെ നീ ചത്ത് വീണ റേറ്റിന് പോലും തരാത്തവൻ അറിയുന്ന 100 മോളെ അതൊക്കെ ഞാൻ ഡീൽ ചെയ്ത് വിട്ടു. അയ്യേ അയാൾ പോയില്ല. ഇനി എന്തുവാണ് നിനക്ക് ഇവിടെ? അല്ല എന്റെ ഒരു ചരുവ ഇവിടെ ഉണ്ട്. ഇതാണോടാ നിന്റെ ചരുവം? ഇത് അണ്ടാവല്ലേ? എന്റെ പൊന്നു കുഞ്ഞ്, ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ദാ ഇങ്ങനെ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ നിൽക്കണം. പറഞ്ഞു കേട്ടല്ലോ, നാട്ടുകാരെ കൊണ്ടുവരൊന്ന് പറയിപ്പിക്കാനായിട്ട്. എനിക്ക് വയ്യ. സുധാകരേട്ടാ. അയ്യോ അങ്ങനെ വിളിക്കില്ലേ നീ എന്നെ. അതും ഇതും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. അതെ എന്റെ കുസുമം. കഥ തുറന്ന് നടക്കുന്നാണ്ട നിലവിലും പറഞ്ഞു കൊടുത്തോടി. കഥ തുറന്ന കാര്യം. നിങ്ങൾ എന്തിനാ അമ്മ ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്ന? നിങ്ങളെന്ന് 9 മണിക്ക് ഉറങ്ങുന്ന തള്ളയല്ലായിരുന്നോ? ഇന്ന് നിങ്ങളെ കണ്ണടയത്തില്ലയോ? ഒന്ന് പറ. ചെറുക്കെന്നൊന്നും അറിയാനും പാടില്ലല്ലോ. എനിക്ക് വയ്യടാ. ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടെ? എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനും വേണ്ടി ചൂടുവെള്ളം എവിടെ കിടക്കുന്നു? തിളപ്പിച്ചിട്ടിരിക്കാണോലാ? ഞാൻ ചൂടുവെള്ളത്തിൽ മുക്കിയായിട്ടേ അടങ്ങത്തുള്ളോ? എന്റെ പൊന്നമ്മച്ചി, ഒരു അമ്മേനെ അടുത്ത് ചോദിക്കാവോ എന്ന് എനിക്കറിയില്ല. എന്തോന്ന് ചോദിച്ചു പോവുകയാണ്. ചോദിക്കും. ക്ഷമിക്കണം എന്നോട്. നിങ്ങളുടെ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നോ? വൈകേ എനിക്ക് കുഴപ്പമില്ല. ഒരു ഗ്ലാസ് ചൂടുവെള്ളം തലവടി ഒഴിച്ചാൽ തളച്ചവെള്ളം ചൂടുവെള്ളം വേണ്ടേ? വേണ്ടല്ലോ. അപ്പൊ ഞാൻ പോട്ടെ. ഫോട്ടോ എടുക്കാം. ഫോട്ടോ അടി. കഥ കടച്ചിടണം കേട്ടോ. സല്ലപിക്കരുത്. ഓ ഇല്ല. ഇനി ഒന്നും പേടിക്കാനില്ല. അമ്മയെ പറഞ്ഞു വിട്ടു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, കഥ കടച്ച് ജനലടച്ചു. ഇനി ചേട്ടന്റെ വായും കൂടെ അങ്ങ് അടച്ചു. അതും അടച്ചു. സുധാകരേട്ടാ, എന്തോ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ. എന്ത് വിട്ടു? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞിരുന്നത് 1 ദിവസത്തിലായുള്ളൂ. ഇനി ചേട്ടന് 1 മാസത്തേക്ക് ജോലിക്കൊന്നും പോകണ്ട. കല്യാണം കഴിഞ്ഞാൽ പറഞ്ഞ തറവാട്ടി കയറിയിരിക്കുന്നതല്ല നമ്മുടെ സ്വഭാവം. കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകണം. മോളൊരു പഴഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? എന്തോന്നു? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് നമ്മൾ റബ്ബർ വെച്ചാലോ? ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൂടി പറയാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. അതെ എന്റെ കുസുമം. അതോ ടിന്റു മോനാണോ? എന്താ ടിന്റു മോനെ? എന്റെ പൊന്നു മോനല്ലേടാ. നീ അച്ഛന്റെ അമ്മയുടെ കൂടെ പോയി കിടയടാ. മാമന്റെ കൂടെ കിടക്കാതിരുന്ന മാമ എന്തൊക്കെ മേടിച്ചു തരാന്നറിയാമോ? വീഗാലാൻഡ് കൊണ്ടുപോകാം, മഞ്ചു മുട്ടായി മേടിച്ചു തരാം, മോന് പുതിയ ഉടുപ്പും പാന്റും മേടിച്ചു തരാം. ഇനി പറ മാമന്റെ കൂടെ കിടക്കണോ? അവിടുന്ന് കൊച്ചി ഇറക്കനാ അവര്. കണ്ടോ, ഇതിന്റെയൊക്കെ പിന്നണി ആരാന്നറിയാമോ? മനഃപൂർവ്വ എന്റെ വീട്ടുകാർ ചെയ്യുന്ന പ്ലാനിങ് ആയത്. കാരണം ഞാനൊരു കന്യകനായിട്ട് ഇങ്ങനെ നിൽക്കണം അവർക്ക്. അല്ലെങ്കിൽ ഈ വീട്ടിൽ എത്ര മുറിയുണ്ട്? നാരിക കൊണ്ട് ഈ കട്ടിലടിയിലാണ് വെക്കുന്നത്. പറ നീ പറ. ചെറുക്കനെ പറഞ്ഞ് വിട്ടിരിക്കുന്നത് എന്റെ അളിയൻ. നാളെ നേരം വെളുപ്പം അവനെ മണ്ണനോടിച്ച് കത്തിയും. ഒന്നീ ജയിലല്ലെങ്കിൽ ജീവിതം. അത് മതിയടി ഒറ്റ. എന്റെ സ്വഭാവം നിനക്ക് പോലും അറിഞ്ഞൂടെ. പറഞ്ഞാട്ടല്ലോ. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. ഇതല്ലേ എന്റെ കുഴപ്പം. ഞാൻ ദേശിച്ചിട്ടുള്ള വല്ല കാര്യമുണ്ടോ? ഇതെന്റെ ആദ്യ രാത്രിയല്ലേ, അല്ലാതെ നിന്റെ അല്ലല്ലോ. എന്നെ കൊണ്ട് അതും ഇതും വിളിച്ച് പറയിപ്പിക്കല്ലേ. ഇതൊന്നും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ആദ്യ രാത്രിയുള്ള സുവർണ്ണ നിമിഷങ്ങളാണ്. പാല് ഇന്ന് ആരാണെന്ന് എനിക്ക് ഇന്നൊന്നും അറിയണം. രാത്രി കമ്പം തൊടിയൊക്കെ വെച്ച് ഞാനേ ഒരു ചക്ക കുത്തിയിടാൻ നോക്കിയത്. പാതരാത്രി കാണൂടാ ചക്ക. അല്ല അമ്മാവനെന്ത് ഇവിടെ? ഞാനേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ലേ രാത്രി. യാത്ര പറയാൻ വേണ്ടിട്ട് വന്ന. അയ്യോ അമ്മാവ് യാത്ര പറയാൻ വന്നേതാ? ഞാൻ തറവാട്ടിലേക്ക് പോവാ. തറവാട്ടിലോട്ട് പോവാ? തറവാട്ടിൽ പോവാ. അതുമല്ല ഇവിടെ AC ഇല്ല. അയ്യോ അമ്മാവൻ AC ഇല്ലാതെ കിടക്കാം. AC ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. നിന്റെ അമ്മാവി മരിച്ചിട്ട് ഞാൻ മരണം അറിയിച്ചു. നീ വന്നില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും വരണം. അതിന്റെ കുറവ് ഇപ്പൊ നികത്തണം. ഒരു ദിവസം പോണേ നമുക്ക് രണ്ടുപേരും കൂടെ തറവാട്ടിൽ വരണം. ഹണിമൂണ് അതിന്റെ തറവാട്ടിൽ അടിച്ച് പൊളിക്കാം. അമ്മാന് പറ്റൂല. AC ഇല്ലാണ്ട് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്റെ എല്ലാവിധ അനുഗ്രഹം അനുഗ്രഹം മേടിച്ചിരുന്നു. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി അമ്മാവ.
മക്കൾ എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല, കഥ അമ്മാവൻ അടയ്ക്കോ ഞാൻ അടയ്ക്കണം? വേണമെങ്കിൽ അറിയടാ. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക്. അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നത് അടുത്ത കളവൻ. ചെന്ന് കയറാൻ അവന്റെ തറവാട്ടി, ഇവിടെ എന്റെ തറവാട്ടി സമാധാനം തരുന്നില്ല. പിന്നെ അവന്റെ തറവാട്ടി ചെന്ന് കയറി കൊടുത്ത. നീ അവന്റെ തറവാട് കേട്ടിട്ടുണ്ടോ? 2 മരക്കമ്പും 4 ഗിറോലയും ചേർത്ത് വെക്കുന്നതാ തറവാട്. കട്ടിക്ക് പറഞ്ഞിട്ട് പോയില്ലേ? AC ഇല്ലാതെ അവ ഉറങ്ങൂല. ആ മക്കളവരെ AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിട്ടിട്ട് കാറ്റ് കൊള്ളുന്നവരാ AC. ഇപ്പൊ അവര് AC മനഃപൂർവ്വ എന്റെ അമ്മയെ ചവിട്ടി കൊന്നതാ. സുധാകരൻ ഇനി വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് മുട്ടിയാ പോലും തുറക്കത്തില്ല. ഇത് സത്യം, സത്യം, സത്യം. അയ്യോ സുധാകരേട്ടാ, നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ്. അതെ എന്റെ കുസുമം. സുധാകരേട്ടാ.